ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. എല്ലാവർക്കും അഡോബി ഇല്ലുസ്ട്രേറ്ററിന്റെ മറ്റൊരു ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. എന്തായാലും ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുണ്ട്. അതായത് ഇല്ലുസ്ട്രേറ്ററിന്റെ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ ട്യൂട്ടോറിയൽ. അപ്പൊ അവര് പറഞ്ഞത് ഡെയിലി ട്യൂട്ടോറിയൽ വേണമെന്നാണ്. ഈ ഡെയിലി ചെയ്യാൻ ആഗ്രഹമുണ്ട് ആക്ച്വലി, പക്ഷെ തിരക്കുകളൊക്കെ കൊണ്ടാണ് ഞാനിപ്പോ ഒരു 3 days എങ്കിലും ഇടവിട്ടിട്ടെങ്കിലും ട്യൂട്ടോറിയൽ ഇടുന്നുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ആ ട്യൂട്ടോറിയൽ ഇടാൻ ശ്രമിക്കാം. എന്തായാലും ഞാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് നല്ല നല്ല കമന്റ്സുകളൊക്കെ പറയുന്നുണ്ട് ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസിനെ കുറിച്ച്. ഇല്ലുസ്ട്രേറ്റർ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പല ചാനലിലൂടെയും ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിരുന്നു. അതിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ട്യൂട്ടോറിയൽ കൊടുക്കുന്നത് എന്നൊക്കെയാണ്. എന്തായാലും കേട്ടതിൽ വളരെ സന്തോഷം. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ട്യൂട്ടോറിയൽ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്, പക്ഷെ അവര് കമന്റ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാള് ഇപ്പോൾ ട്യൂട്ടോറിയൽ ഇല്ലുസ്ട്രേറ്ററിന്റെ ഇപ്പോൾ ഒരു ഡയറക്റ്റ് സെലക്ഷൻ ടൂളിനെ കുറിച്ച് ഒരു ട്യൂട്ടോറിയൽ നോക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ യൂട്യൂബ് സജസ്റ്റ് ചെയ്യുക നല്ല കമന്റ്സും ലൈക്സും ഒക്കെ വന്ന, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ടുള്ള കുറച്ച് വീഡിയോസ് ആണ്. അതിന്റെ ഇടയിൽ നമ്മളുടെ വീഡിയോ വരണമെങ്കിൽ നല്ല രീതിയിൽ കമന്റ്സ് ഒക്കെ വരണം. അതായത് ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് വരുന്ന പറയുന്ന കമന്റുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റ് സെക്ഷനിലും രേഖപ്പെടുത്താം. കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ വീഡിയോ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നോക്കുക കമന്റ് ബോക്സ് ആണ്. കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാം ആ വീഡിയോന്റെ ഔട്ട്പുട്ട് എത്രത്തോളം ഫലപ്രദമാണെന്നുള്ളത്. അപ്പൊ നമ്മളാണെങ്കിലും എന്തായാലേ, ഏതെങ്കിലും ഒരു വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് കമന്റ് ബോക്സ് ഒന്ന് ജസ്റ്റ് നോക്കും. എന്നിട്ട് കമന്റ് ബോക്സിലെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ആ വീഡിയോ യൂസ്ഫുൾ ആണോ അല്ലേ എന്ന് തീരുമാനിച്ചിട്ട് പിന്നെ കാണാൻ വേണ്ടി നമ്മൾ നമ്മുടെ സമയം കൊടുക്കുക. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ എന്തായാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഒരുപാട് ഹാപ്പിയാണ് ഇതുപോലുള്ള കമന്റ്സ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിൽ. എന്തായാലും നമുക്കൊരു പുതിയൊരു സെക്ഷനിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂളിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഗ്രൂപ്പ് സെലക്ഷൻ ടൂള്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് കാണാം, ഞാനിവിടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന വെർഷൻ 2023 നിങ്ങൾക്ക് ഇല്ലുസ്ട്രേറ്റർ CC ഏത് വെർഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇന്റർഫേസും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ന്യൂ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പഴയ വെർഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്രിയേറ്റ് ന്യൂ എന്നായിരിക്കും. അതിൽ റീസെന്റ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ആർട്ട് ബോർഡിന്റെ പ്രീസെറ്റുകൾ ഉണ്ട്. സേവ്, മൊബൈൽ, വെബ്, അങ്ങനെ ഒരുപാട് പ്രീസെറ്റ് ഡീഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ A4 സെലക്ട് ചെയ്യാണ്. A4 സെലക്ട് ചെയ്യുമ്പോൾ പ്രീസെറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അതിൽ അൺടൈൽഡ് വഡ് എന്നാണ് പേര് കൊടുക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുകയാണ്. ഇവിടെ വിഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. പോയിന്റിലാണ് യൂണിറ്റ് കാണിക്കുന്നത്. നമുക്ക് എപ്പോഴും നമ്മൾ ട്യൂട്ടോറിയൽ ഇഞ്ചസ് ആണല്ലോ യൂസ് ചെയ്യാറ്. ഞാൻ ഫീറ്റ് അല്ലെങ്കിൽ ഇവിടെ സെന്റിമീറ്റർ ഞാൻ കൊടുക്കുകയാണ്. കളർ മോഡും കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല, ക്രിയേറ്റ് കൊടുത്തു. ഇവിടെ കാണാം ആർട്ട് ബോർഡ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഡയറക്റ്റ് സെലക്ഷൻ ടൂളിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് സെലക്ഷൻ ടൂള്. ഈ ഒരു ടൂളിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ടൂള് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഇതാ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. നമുക്ക് ഷിഫ്റ്റ് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ അത് സ്ക്വയർ ആക്കി വരയ്ക്കാം. കറക്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് സ്ക്വയർ ആക്കി വരയ്ക്കാം. ഷിഫ്റ്റ് യൂസ് ചെയ്ത് പിടിച്ച് സ്ക്വയർ വരയ്ക്കുകയാണ്. നമുക്കിവിടെ കളേഴ്സ് വൈറ്റ് ആണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ വന്നിട്ട് കളർ ചേഞ്ച് ചെയ്യാം. ഞാൻ റെഡ് കൊടുക്കുകയാണ്. ഇവിടെ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് സെന്ററിലേക്ക് ആക്കി വെക്കുകയാണ്. ഇനി മറ്റൊരു ടൂൾ എടുക്കുകയാണ്. ഞാനിവിടെ റൗണ്ടർ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കുകയാണ്. ഇവിടെ കാണാം റൗണ്ടർ റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ഉള്ളിൽ വരച്ചു. നമുക്കിത് ഈ ഒരു സർക്കിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ റൗണ്ടഡ് സെറ്റ് ചെയ്യാൻ പറ്റും. മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ കളർ ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ കളറിൽ ഇങ്ങനെ പിക്ക് ചെയ്ത് കൊടുക്കാം, കളർ പിക്കർ യൂസ് ചെയ്തിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് കളർ ചേഞ്ച് ചെയ്യാം. അതും അല്ലെങ്കിൽ ഇവിടെ ഫില്ലിൽ വന്നിട്ട് ഇവിടെയും നമുക്ക് കളർ പിക്കർ യൂസ് ചെയ്തിട്ട് കളർ പാനൽ കാണാം, അതിൽ നമുക്ക് കളർ ചൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു നീല കളർ എടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഒരു എലിപ്സ് ടൂൾ എടുത്തിട്ട് ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, സർക്കിൾ വരച്ചു. അതും ഞാൻ കറക്റ്റ് സെൻറ്റർ ആക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ കളർ ഞാനൊരു വൈറ്റ് കൊടുക്കുകയാണ്. ഓക്കെ,
ഇനി ഞാൻ ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ എടുക്കുകയാണ്. അപ്പൊ ഈ ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ എന്തിനാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് ഗ്രൂപ്പ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രൂപ്പ് ചെയ്യണം എങ്ങനെയാണെന്ന് പഠിച്ചു. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് റൈറ്റ് ക്ലിക്ക് അമർത്തിക്കൊണ്ട് ഗ്രൂപ്പ് ചെയ്യാം. ഞാൻ അൺഡു ചെയ്യാണ്, കൺട്രോൾ സെറ്റ് അമർത്തി അൺഡു ചെയ്യാണ്. അതും അല്ലെങ്കിൽ കൺട്രോൾ എ അമർത്തിക്കൊണ്ട് ഓൾ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഞാൻ വീണ്ടും അൺഡു ചെയ്യാണ്. അതും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ജി അമർത്തിക്കൊണ്ട് ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ കൺട്രോൾ ജി ആണ് ഗ്രൂപ്പ് ചെയ്യുന്നതിന്റെ ഓപ്ഷൻ. പിന്നെ വീണ്ടും സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് അമർത്തുമ്പോൾ അൺഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺഗ്രൂപ്പും ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും കൺട്രോൾ എ അമർത്തിക്കൊണ്ട് കൺട്രോൾ എ അമർത്തുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ആർട്ട് ബോർഡിലുള്ള എല്ലാ ഷേപ്പുകളും ഇപ്പൊ നമ്മൾ ആർട്ട് ബോർഡിൽ എന്തൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം കൂടി സെലക്ട് ആവും. നേരെ മറിച്ച് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഏരിയ മാത്രം നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. റൈറ്റ് ക്ലിക്ക് അമർത്തി ഗ്രൂപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ അമർത്തിയിട്ട് ഗ്രൂപ്പ് ചെയ്യുകയോ ചെയ്യാം. ഇപ്പൊ നോക്കാം, ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഈ ഗ്രൂപ്പ് ചെയ്തതിനു ശേഷം നമുക്കിത് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇതിൽ ഓരോ ഷേപ്സ് ആയിട്ട് ഞാൻ വരച്ചതാണ്, പക്ഷെ ഒരുമിച്ചാണല്ലേ മൂവ് ആവുന്നത്. കാരണം നമ്മളിത് ഗ്രൂപ്പ് ചെയ്തു, ഇത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അതായത് നമ്മളിപ്പോൾ കുറെ ഡിസൈൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും ഒരു വർക്കിംഗ് ഫയലൊക്കെ എടുത്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്രൂപ്പ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് എടുക്കണം, ആ ഗ്രൂപ്പ് ചെയ്തതിന് ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുക്കണം. ഒന്നില്ലെങ്കിൽ നമ്മൾ ആ പോർഷൻ സെലക്ട് ചെയ്തിട്ട് അൺഗ്രൂപ്പ് ചെയ്തതിനു ശേഷം ഇങ്ങനെ സെലക്ട് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്യും. അതിനുശേഷം ടൂൾ യൂസ് ചെയ്തിട്ട് ഓരോന്നെടുത്ത് മാറ്റി വെക്കും. ഓക്കെ, അതല്ലാതെ തന്നെ ഗ്രൂപ്പ് ചെയ്ത ഒരു പോർഷൻ അല്ല ഗ്രൂപ്പ് ചെയ്ത ഒരു ഷേപ്പ് നമുക്ക് മാറ്റണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ. അത് ജസ്റ്റ് ഒരു തവണ ഒന്ന് ക്ലിക്ക് ചെയ്യുക, മാറ്റി വയ്ക്കുക. കേട്ടോ, ജസ്റ്റ് ഒരു തവണ ക്ലിക്ക് ചെയ്യുക, മാറ്റി വയ്ക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കൺട്രോൾ സെറ്റ് അമർത്തുകയാണ്. എന്തേ പുറത്ത് ക്ലിക്ക് ചെയ്തു, പുറത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒരു തവണ ക്ലിക്ക് ചെയ്യുക, മാറ്റി വയ്ക്കുക, വീണ്ടും അൺഡു ചെയ്യുക. വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രൂപ്പ് ആവും. അതായത് ഒരു തവണ ക്ലിക്ക് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താലോ ഒന്നുകൂടി ഗ്രൂപ്പ് ആവും. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു തവണ ക്ലിക്ക് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് അതുമ്പോൾ തന്നെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക, ഇത് ഗ്രൂപ്പായി. ഇത് നമുക്ക് മൂവ് ചെയ്യുമ്പോൾ നോക്കാം, കണ്ടോ ഗ്രൂപ്പായി. നേരെ മറിച്ച് ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു തവണ പുറത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒരു തവണ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു കൂട്ടം അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്ത ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു എലമെന്റ് ഷേപ്പ് ആയിരിക്കാം, ടെക്സ്റ്റ് ആയിരിക്കാം, എന്തോ ആയിരിക്കാം, അതിനെ ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ നിന്നും നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് വെക്കാം. എല്ലാം നമുക്ക് അങ്ങനെ മൂവ് ചെയ്ത് വെക്കാം. നേരെ മറിച്ച് ഇത് വീണ്ടും ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, ഗ്രൂപ്പായി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോ കൺട്രോൾ സെഡ് അമർത്താണ്, പഴയ രീതിയിലേക്ക് വരികയാണ്. ഞാൻ ജസ്റ്റ് ഇതിനൊരു ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി എനിക്ക് ഇതിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് ആ ആങ്കർ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ഇവിടെ ഹാൻഡിൽസ് ഒക്കെ കാണാം. ഹാൻഡിൽസ് എന്തിനാണ് യൂസ് ചെയ്യാന്നൊക്കെ കഴിഞ്ഞ തവണ പഠിച്ചിരുന്നു. ഇനി വീണ്ടും ഗ്രൂപ്പ് ചെയ്യണമെങ്കിലോ ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ എടുത്ത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അത് ഗ്രൂപ്പായി. പുറത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇല്ലുസ്ട്രേറ്ററിൽ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു കൂട്ടം, അതായത് ഒന്നിലധികം വർക്ക് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ഏരിയ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഗ്രേഡിയന്റ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് വർക്ക്സ്, ബിസിനസ് കാർഡോ അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ഒക്കെ കാണാം. അപ്പൊ ഒരുപാട് എലമെന്റ്സ് ഇതുപോലെ അട്ടേക്ക് വെച്ച് ഇങ്ങനെ നമ്മൾ നല്ല ഭംഗിക്ക് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു ഇതിലൊക്കെ ഡിസൈൻ ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ മൂട്ടുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളെ കൈയൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ ചേഞ്ചസ് വരാനോ മാറിപ്പോവാനൊക്കെ സാധ്യത ഉണ്ട് അല്ലേ. അപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെക്കും, ഗ്രൂപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ വെക്കും നമ്മൾ. ആ ടൈമിൽ ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് ഇതേപോലെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് മൂവ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടൂൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് വരുന്നവർ വെയിറ്റ് ചെയ്യുക. ബൈ ബൈ.